ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞു കാണാതായ അതിഥി തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. രാവിലെ മുതൽ ഇടുക്കിയിൽ നിന്നുള്ള ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുനരാരംഭിച്ചത്. ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞു കാണാതായ അതിഥി തൊഴിലാളിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 4-നാണ് മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാം വള്ളം മറിഞ്ഞ് ജലാശയത്തിൽ വീണത്. ഇയാളോടൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന 4 അതിഥി തൊഴിലാളികളും തുഴച്ചിലുകാരനും നീന്തി രക്ഷപ്പെട്ടിരുന്നു. ജലാശയത്തിന്റെ മറുകരയിലുള്ള പച്ചമരത്തെ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ ശേഷം വള്ളത്തിൽ മടങ്ങി വരുമ്പോഴാണിവർ സഞ്ചരിച്ച വള്ളം ശക്തമായ കാറ്റിൽ മറിഞ്ഞത്. ഉടൻ തന്നെ നാട്ടുകാരും പിന്നീട് മൂന്നാറിൽ നിന്നുള്ള അഗ്നിശമന സേനയും തിരച്ചിൽ നടത്തിയെങ്കിലും സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്താനായില്ല. തുടർന്ന് ചൊവ്വാഴ്ച തൊടുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് സ്കൂബ ടീം സ്ഥലത്തെത്തി വള്ളം മറിഞ്ഞ ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് രാവിലെ ദുരന്ത നിവാരണ സേനയുടെയും റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ പുനരാരംഭിച്ചു. ജലാശയത്തിന്റെ ആഴവും പ്രതികൂല കാലാവസ്ഥയും വെല്ലുവിളി സൃഷ്ടിക്കുന്നതായി ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സന്തോഷ് കുമാർ പറഞ്ഞു. അപ്പോൾ തേയിലയുടെ കുറ്റികൾ, പാറ, ഇതൊക്കെ അതിൻ്റെ അടിയിലുണ്ട്. അതിനകത്ത് എവിടെയെങ്കിലും ഈ ഡെഡ് ബോഡി കുരുങ്ങി കിടക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് പൊങ്ങി വരാത്തത്. പിന്നെ വളരെയധികം അഗാധമായ തണുപ്പാണ്. അപ്പോൾ തണുപ്പുള്ളത് കൊണ്ട് തന്നെ ബോഡി പൊങ്ങി വരുന്നില്ലെന്നാണ് NDRF പറയുന്നത്. അതായത് അവർ അക്ഷീണമായ ശ്രമം നടത്തുന്നുണ്ട്. അറക്കോണത്തു നിന്നുള്ളൊരു ടീമുണ്ടായിരുന്നു. അവർ ചെറുതോണിയിൽ സ്റ്റേ ചെയ്തിരുന്നു. 24 അംഗ സംഘമുണ്ട്. അവരുടെ കയ്യിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളുണ്ട്. സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്, ആ സംവിധാനങ്ങളുണ്ട്. പിന്നെ റവന്യൂ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടുണ്ട്. കളക്ടർ നേരിട്ട് ഇടപെടുന്നുണ്ട്. തഹസിൽദാർ രാവിലെ വിളിച്ചിരുന്നു, സ്ഥലത്തുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാ സംവിധാനങ്ങളോടു കൂടിയാണ് തിരച്ചിൽ നടത്തുന്നത്. ദുരന്ത നിവാരണ സേനയിൽ നിന്നുള്ള 24 അംഗങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത്. 2 ടീമായിട്ടാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് കണ്ടെത്തുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് റവന്യൂ വകുപ്പും ദുരന്ത നിവാരണ സേനയും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.